രാജ്മോഹൻ, എന്താണ് ലെബനിലെ വിശേഷങ്ങൾ? എല്ലാം അടിമുടി മാറുകയും വീണ്ടും വീണ്ടും യുദ്ധാന്തരീക്ഷം വളരുകയും ചെയ്യുന്നല്ലോ. അതെ, ആ ഒരു യുദ്ധാന്തരീക്ഷം തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറായി തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. അവർ യുദ്ധം ആരംഭിച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കർട്ടൻ റൈസർ ആയിരുന്നിരിക്കുക കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾ. പക്ഷേ ഇന്നലെ ശരിക്കും നടത്തിയത് അവർ യുദ്ധം തന്നെയായിരുന്നു. അവരുടെ 50ഓളം തവണയാണ് അവർ ബോംബ് വർഷം നടത്തിയത്. മാത്രമല്ല, ഇതിൽ രസകരമായൊരു കാര്യം, ഇന്നലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള അതിൻ്റെ അനുയായികൾ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ ഈ യുദ്ധവിമാനങ്ങൾ വളരെ താഴ്ന്നു പറഞ്ഞ് വലിയ ശബ്ദത്തോടെ പറക്കുകയായിരുന്നു എന്നാണ്. ആളെ ഒന്ന് മനസ്സിലായില്ല ഇയാൾ പറയുന്നത് എന്താണെന്നുള്ളത്. അല്ല, പുള്ളി പ്രഖ്യാപനം നടത്തുകയാണ്, ഞാൻ ഇങ്ങനെയും എന്നൊക്കെ പറയുകയാണ് ഇസ്രായേലിന് ടെലിവിഷനിലൂടെയാണ്. ഇയാൾ എവിടെ ഇരിക്കുന്ന അറിഞ്ഞുകൂടാ. അതാണ്. ഓക്കെ അതായത് ജനങ്ങൾക്ക് ഈ ടെലിവിഷൻ സംപ്രേഷണം കേൾക്കാൻ പറ്റുന്നില്ല. ഇല്ല, അത്ര താഴ്ന്നു പറഞ്ഞു, വലിയ ശബ്ദമായിരുന്നതാണ്. ഒരു ജേർണലിസ്റ്റായിരുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ആ യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ, അദ്ദേഹം പറയുന്നുണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, കാരണം ഈ വിമാനങ്ങൾ താണു പറക്കായിരുന്നാണ് ബെയ്റൂട്ടിലല്ല. സ്കൈ ന്യൂസിലെ റിപ്പോർട്ടർ. എനിക്ക് ആ വാർത്ത കണ്ടപ്പം വളരെ കൗതുകം തോന്നിയൊരു കാര്യം, നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ പത്രക്കാരോ ഇതുവരെ കൃത്യമായി യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ലോകത്തെല്ലായിടത്തും യുദ്ധം നടക്കുന്നതിനെക്കുറിച്ച് വാർത്തകൾ കൊടുക്കുമെന്നല്ലാതെ യുദ്ധഭൂമിയിൽ പോയി ആ യുദ്ധാന്തരീക്ഷം ഫീൽ ചെയ്യുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ മാധ്യമപ്രവർത്തകർ എവിടെ യുദ്ധമുണ്ടെങ്കിലും അവർ റിസ്ക് എടുത്തു പോയി യുദ്ധം ചെയ്യാറ്. ഷർട്ടിലൊക്കെ ഇങ്ങനെ റോയിട്ടേഴ്സ് എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി. അല്ല, ആ റിസ്ക് എടുക്കാനുള്ള അവരുടെ ധൈര്യം. പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ, ഇത് ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. നമ്മുടെ ഇപ്പം ഇറാഖ് യുദ്ധം കവർ ചെയ്തു എന്നൊക്കെ അവകാശപ്പെടുന്ന മലയാളി മാധ്യമ പ്രവർത്തകരുണ്ട്. അവർക്ക് അന്ന് വേറെ എവിടെയാണ് ഇരുന്നത്? ദുബായിലായിരുന്നു പറഞ്ഞത്. കുവൈറ്റിലും ദുബായിലും ഒക്കെ പോയിട്ടാണ് അവരെ ഇറാഖ് KP ഉണ്ണികൃഷ്ണൻ പൊളിച്ചടുക്കിയിരുന്നു അന്നത്തെ കാലത്ത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം പറയുന്നത് യുദ്ധഭൂമി എന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്ന പലരും ഇത് കള്ളമാണ്, ഇവരെന്ന് അവിടെയല്ല ഇരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് പറഞ്ഞത് അദ്ദേഹം പുള്ളിയും പത്രക്കാരനായിരുന്നല്ലോ. മാതൃഭൂമിയുടെ പുള്ളിക്കറിയാം നമ്മുടെ തട്ടിപ്പെല്ലാം പുള്ളിക്കറിയാം. പക്ഷേ ഇവരങ്ങനല്ല. ഇപ്പം ഞാൻ എന്നാൽ സ്കൈ ന്യൂസിൻ്റെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പൊട്ടുന്നത് കാണാം എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് റെക്കോർഡിംഗ് തടസ്സപ്പെട്ടു എന്നാണ്. അതാണ് പത്രപ്രവർത്തനം. ഇത് നമ്മുടെ KSEBിയുടെ കാര്യം പറഞ്ഞത്. നമ്മുടെ KSEB എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിസ്ക് ഉള്ള ഇപ്പം KSEBിക്ക് കൂടുതൽ ശമ്പളമുണ്ട്, അറിയാമല്ലോ. KSEBിയിലെ ഉദ്യോഗസ്ഥർക്ക് വൻ ശമ്പളമാണ്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തെക്കാൾ 25% കൂടുതലാണ് എല്ലാ റാങ്കിലും. ഇപ്പം നിങ്ങൾ ഡ്രൈവറാണെങ്കിലും പ്യൂണാണെങ്കിലും എല്ലാം. അതിൻ്റെ കാരണം പറയുന്നത് റിസ്ക് ഉള്ള ജോലിയാണ്. ആർക്കാണ് റിസ്ക്? ഈ KSEBിയുടെ ഓഫീസിലിരിക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണോ? ഈ റിസ്ക് ഉള്ളത് ലൈൻമാനാണ്. അല്ലെങ്കിൽ ഓവർസിയർക്ക് വേണമെങ്കിൽ ആവാം. ഈ സബ് എഞ്ചിനീയർക്ക് പോലും റിസ്ക് ഇല്ല. ഈ ലൈൻമാനും ഓവർസിയറും ഒന്നും മരത്തെ കയറാറില്ല. കയറുന്നത് കോൺട്രാക്ടർമാരാണ്. കോൺട്രാക്ട് കൊടുത്തിരിക്കുക, പക്ഷേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെയുള്ളവർക്ക് കൊടുക്കുന്ന പോലെയാണ് നമ്മളിവിടെ ഭയങ്കര ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ് എന്ന് പറയുകയും അവിടെയാണ് നമ്മൾ ഈ പാശ്ചാത്യ രാജ്യത്തെ റിപ്പോർട്ടിങ്. യുദ്ധത്തിൻ്റെ റോബർട്ട്സ് ഒരു പ്രശസ്തനായൊരു ഇറാഖ് യുദ്ധകാലത്തൊക്കെ, ഞാൻ അയാളെ അടുത്ത കാലത്ത് മരിച്ചുപോയി, അവരുടെയൊക്കെ യുദ്ധ റിപ്പോർട്ടിംഗ് വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നത്. യാതൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. റോബർട്ട് ഫിസ്ക് എന്ന് എനിക്ക് തോന്നുന്നു, റോബർട്ട് ഫിസ്ക് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞ യുദ്ധം ആരംഭിച്ചു എന്ന് വേണം പറയാം, അല്ലേ? അതെ. ഇന്ന് പക്ഷേ ഒന്നും വാർത്തകൾ ആദ്യം പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും ഇന്നലെ ആരംഭിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം അത് കൃത്യമാണ് അവരുടെ നിലപാട്. ഇവിടെ നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം വിലയിരുത്തണം. ഒന്ന്, ഈ വളരെ യാദൃച്ഛികമായി വളരെ ആക്സിഡൻ്റലായിട്ട് അല്ലെങ്കിൽ ഇൻസിഡൻ്റലായിട്ട് ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണമായിരുന്നില്ല പേജർ ബോംബിംഗ്. ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് യുദ്ധം ചെയ്യുന്നതിന് മുന്നോടിയായി ഒരു ഇൻട്രോ കൊടുത്തതുമല്ല, അതിനപ്പുറത്തേക്കുണ്ട്. അതായത് ഈ ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന ഒരു പരിധിവരെ നിഴൽ യുദ്ധമാണ്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പ്രോക്സി വാറാണ്. ഇവർക്കൊരിക്കലും മുമ്പിൽ ഒരു യഥാർത്ഥ ശത്രുവിനെ കാണാനില്ല. അവരുടെ മുമ്പിൽ നിൽക്കുന്നതും അവർ യുദ്ധം ചെയ്യേണ്ടതും അവരുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങളെയാണ്. ഒന്ന് ഫലസ്തീനെയാണ്, അല്ലെങ്കിൽ ലെബനനെയാണ്, സിറിയയാണ്. അവർക്ക് ആ രാജ്യങ്ങൾ ഇവരുടെ ശത്രു രാജ്യങ്ങളല്ല. അവിടെ കയറി പറ്റിയിരിക്കുന്ന ഈ വിദ്വാൻമാർ എവിടെയൊക്കെയോ രഹസ്യമായി കഴിയുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അവന്മാർ പടക്കം പൊട്ടിക്കുന്നു, അവിടെ ഇരുന്നുകൊണ്ട് അവന്മാർ ബോംബെറിയുന്നു. അപ്പം അവരോട് നടത്തുന്ന യുദ്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ യുദ്ധം നടത്തുമ്പോൾ അവരെ സംബന്ധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും തന്ത്രപരമായ കാര്യം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ തകർക്കാനുള്ള ഒരു പദ്ധതി നേരത്തെ തന്നെ ഇട്ട്, നമ്മളിപ്പോൾ ഇതിന് പുതിയ വിശദാംശങ്ങൾ പുറത്ത് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇവരിത് തകർത്തത് എന്നുള്ള വിശദാംശങ്ങൾ പുറത്ത്. നമ്മുടെ മലയാളിയും വന്നിരിക്കുന്നത് അല്ലേ, റിൻസൺ ജോസ്, അദ്ദേഹം ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പം ചോദ്യം. ഏതായാലും അദ്ദേഹത്തെ അന്വേഷിച്ച് പലരും പോകുന്നുണ്ട്. അദ്ദേഹം മാനന്തവാടി സ്വദേശിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കമ്പനിയുമായും ഇതിന് ബന്ധമുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നത്. നമ്മുടെ ചാരസുന്ദരി നമ്മൾ ഇന്നലെ കഴിഞ്ഞ് വിശേഷിപ്പിച്ച ക്രിസ്ത്യാന, അവരുടെ സ്ഥാപനം സബ് കോൺട്രാക്ട് കൊടുത്ത ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണെന്നും ഇതൊരു കടലാസ് കമ്പനിയാണ് എന്നാണ് ഡെയിലി മെയിൽ പറയുന്നത്. അല്ലല്ല, അതിപ്പം എനിക്കൊന്ന് ഇന്നിപ്പോൾ ഏഷ്യാനെറ്റൊക്കെ പേര് നമ്മളാണ് ആദ്യം അത് വെളിയിൽ കൊണ്ടുവരുന്നത്. ഈ റിൻസൺ ജോസിൻ്റെ കഥ ആദ്യം ലോകത്തോട് പറഞ്ഞ നമ്മളാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റൊക്കെ എടുത്തു, വയനാടുകാരൻ. അപ്പോൾ ഏത് സ്ഥലത്തുകാരനും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ റിൻസൺ ജോസിൻ്റെ ഒരു റോള് വളരെ അവ്യക്തമാണ്. 2-3 സാധ്യതകളുണ്ട്. ഒന്ന്, റിൻസൻ്റെ അമ്മാവൻ ഇന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടു. റിൻസൻ്റെ അമ്മാവൻ പറയുന്നത് ഒരുപക്ഷെ അവനെ കുടുക്കിയതാവും, അവനെ കുടുക്കിയതാവും, അവനെക്കുറിച്ചൊരു വിവരമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആവാം. ഞാൻ പറഞ്ഞത് ഇപ്പം റിൻസൻ്റെ പേരിൽ ഉള്ള ഒരു കമ്പനി അവിടെ വ്യാജം. ഒന്നാമത്തെ റിൻസന് ഇത് ബൾഗേറിയനാണ്, സോഫിയയിലാണ്, നോർവേജിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്. അതെങ്ങനെയാണെന്നറിയോ? അതിനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെ നമ്മളൊരു നിശ്ചിത കാലയളവ് നിയമപരമായി വർക്ക് പെർമിറ്റോടുകൂടി അല്ലെങ്കിൽ ബിസിനസ് പെർമിറ്റോടുകൂടി ജീവിച്ചാൽ ആ പൗരത്വം കിട്ടും. ഈ ഗൾഫിലില്ല. കൊടുക്കുന്നുണ്ട്. അത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അവിടെ ഇല്ല. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നമുക്കും ഇല്ലല്ലോ. അതായത് ഗൾഫിൽ അവരുടെ അത് അറബി വേഷം വരെ കെട്ടണമെന്ന് തോന്നുന്നു. ഈ ഗൾഫിൽ പൗരത്വം വളരെ വളരെ അപൂർവമായി ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെങ്കിൽ മാത്രം അത് പ്രത്യേകം അതൊരു വലിയ പുരസ്കാരമായി കൊടുക്കുന്നത്. ഞാനൊക്കെ ഒരു മലയാളി അന്തരിച്ചിരുന്നല്ലോ, അദ്ദേഹം നമ്മുടെ ഈ ചിറയൻകീഴ് ആ ഭാഗത്തും കണ്ടുള്ള ഒരാൾ. അതെ, അദ്ദേഹം പൗരത്വമുള്ള ആളായിരുന്നു. പക്ഷെ അവർക്ക് നാടുമായിട്ടുള്ള ബന്ധം കളയണമെന്ന് എനിക്ക് തോന്നുന്നു. ആ തരത്തിലാണെന്ന് തോന്നുന്നു. സംസ്കാരം അവിടെ തന്നെ നടത്തി. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പം മിക്കയിടത്തും 5 വർഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാവും. അത് കാനഡയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും യൂറോപ്പിലെ ഏത് രാജ്യത്താണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ വർഷത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു നിശ്ചിത കാലയളവിൽ നിയമപരമായി താമസിച്ചാൽ, സ്റ്റുഡൻറ്റ് വിസയിലോ വിസിറ്റ് വിസയിലോ നിയമപരമായി താമസിച്ചിട്ട് കാര്യമില്ല. തൊഴിൽ വിസയോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള വിസയോ അത്തരത്തിലുള്ള വിസയോട് കൂടിയാണ് അവിടെ താമസം. അങ്ങനെ താമസിച്ചാൽ ഇപ്പോൾ ബ്രിട്ടനിൽ 5 വർഷം, ഈ 5 വർഷം താമസിച്ചാൽ ബ്രിട്ടൻ PR കൊടുക്കും, പെർമനൻറ്റ് റെസിഡൻ്റ് ആവും. ഈ പെർമനൻറ്റ് റെസിഡൻ്റായി 1 വർഷം താമസിച്ചാൽ, ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം, 1 വർഷം താമസിച്ചാൽ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതേസമയം അമേരിക്കയിലെ പെർമനൻറ്റ് റെസിഡൻസിയാണ് ഗ്രീൻ കാർഡ്. അത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാം. നമുക്ക് അങ്ങനെ എടുക്കുന്ന സാഹചര്യം പലരും ഗ്രീൻ കാർഡോടുകൂടിയാണ് പോകുന്നത്. ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഇല്ലാതാവും അങ്ങനെയാണെങ്കിൽ. ഇല്ല, അതായത് ഗ്രീൻ കാർഡോ പെർമനൻറ്റ് റെസിഡൻഷിപ്പോ ഉള്ള ഒരാൾ, അയാൾ അപ്പോഴും ഏത് രാജ്യത്തെ പൗരൻ ആ രാജ്യത്തെ പൗരൻ തന്നെയാണ്. അവിടെ പണിയെടുക്കാനായിട്ട് പിന്നെ വേറെ വിസകൾ വേണ്ട. ഇപ്പം പെർമനൻറ്റ് റെസിഡൻ്റ് അല്ലെങ്കിൽ PR ഉള്ള ഒരാൾക്ക് ബ്രിട്ടനിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാണെങ്കിൽ അവർക്ക് പിന്നീട് പ്രത്യേകിച്ച് വിസ ആപ്ലിക്കേഷന് പുറകെ പോകണ്ട. ഇത് മാത്രമുള്ള വ്യത്യാസം. അങ്ങനെ നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ട് പൗരത്വം എടുക്കണമെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ നിയമം അനുസരിച്ച്, ഇന്ത്യ ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമ്മുടെ പൗരത്വം സറണ്ടർ ചെയ്യണം. അങ്ങനെ സറണ്ടർ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. അവിടുത്തെ പൗരത്വം എടുക്കുക. നമുക്ക് OCI എടുക്കാം, ഇവിടെ വിസിറ്റ് ചെയ്യാം, ചില നിബന്ധനകളുണ്ടെന്നേ ഉള്ളൂ. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അങ്ങനെയും വേണ്ട. അവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആകാം, ഒന്നിലധികം സിറ്റിസൺഷിപ്പ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ 3-4 സിറ്റിസൺഷിപ്പ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഇസ്രായേൽ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഇസ്രായേൽ വളരെ ഇന്നലെ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഇസ്രായേലിലെ പൗരന്മാരിൽ പകുതിയിലധികം പേരും മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വമുള്ളവരാണ്. ഇസ്രായേലിലെ മന്ത്രിമാരടക്കം. ഇപ്പോൾ ഇസ്രായേലിലെ ഇപ്പം നമ്മുടെ ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസഡർ അമേരിക്കൻ പൗരനാണ്. അപ്പം ഇത്തരത്തിലുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഈ പറയുന്ന റിൻസൺ നോർവീജിയൻ സിറ്റിസനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇയാൾ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്തതാണ്. അത് ആർക്കും, എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ബ്രിട്ടീഷ് പൗരത്വമുള്ളവരാണ്, ബ്രിട്ടനിലുള്ളവർ. ഞാൻ അവിടെ പോകുന്നതാണല്ലോ. എനിക്ക് ബ്രിട്ടീഷ് പൗരത്വം വേണമെങ്കിൽ എടുക്കാമായിരുന്നു, അത്ര ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ എടുത്തില്ല എന്നുള്ളതാണ്. അവ എടുക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ തിരിച്ച് ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അയാൾ ഒരു വിദേശിയായിട്ട് വരേണ്ടി വരും ഇങ്ങോട്ട്. അല്ല, അവർ OCI എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതിനിപ്പോൾ എന്തോ ഒരു ചെറിയ മാറ്റം, ഈ പുതുതായിട്ട് എന്തോ ഒരു പരിഷ്കാരം വന്നിട്ടുണ്ട്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു ഓവർസീസ് പൗരത്വം നമുക്ക് തരും. നമ്മൾ ബ്രിട്ടീഷ് പൗരനാണ്, പക്ഷേ നമ്മൾ ഓവർസീസ് ഇന്ത്യൻ പൗരൻ എന്നൊരു ഐഡൻറ്റിറ്റി തരും. നമുക്ക് ലിമിറ്റേഷനുണ്ട്, നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് കുറവാണ് ഫോറിനേഴ്സിന്. പക്ഷേ നമുക്ക് വേറെ വിസ എടുക്കും പരിപാടിയൊന്നുമില്ല. OCI എടുത്തില്ലെങ്കിൽ ഇന്ത്യയുടെ വിസ എടുത്ത് വരാൻ പറ്റത്തുള്ളൂ. പലരും സറണ്ടർ ചെയ്യുന്നതല്ലാതെ OCI എടുക്കത്തില്ല. എന്നിട്ട് ഈ അവർക്ക് പ്രശ്നമാകുന്ന എപ്പോഴാണെന്നറിയാം, ഇവിടെ ആരെങ്കിലും മരിച്ചു പോയി കഴിയുമ്പോഴാണ്
അടിയന്തരമായിട്ട് വരാൻ നേരം ഇവർക്ക് വരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയുണ്ട്, പെട്ടെന്ന് വിസയും കിട്ടത്തില്ലാത്ത സാഹചര്യം അതിന്. അപ്പോൾ അങ്ങനെ ഈ നോർവീജിയൻ പൗരത്വം എടുത്തിരിക്കുന്ന റിൻസൺ ജോസ് 3 സാധ്യതകളുണ്ട്. 2 എണ്ണം എന്ന് പറഞ്ഞാൽ, ഒന്ന് റിൻസൺ അറിയണമെന്നേ ഇല്ല. അതായത് റിൻസൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ബൾഗേറിയയിൽ ആരോ ഒരാൾ കമ്പനി രജിസ്റ്റർ ചെയ്യാം. കാരണം റിൻസൻ്റെ ID കാർഡ് കൊണ്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ മൊസാദിന് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ മൊസാദ് ചാരന്മാരെ വിടുന്ന പോലും ഓരോ രാജ്യത്തെ പൗരത്വം ഉണ്ടാക്കിയ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ വനിത അവർക്ക് കനേഡിയൻ പൗരത്വം ഉണ്ടാക്കിയിട്ടാണ് അവരെ ഫ്രാൻസിലേക്ക് അവർ ജേർണലിസ്റ്റായിട്ട് വിട്ടത്. അപ്പോൾ ഇതൊക്കെ മൊസാദ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കാരണം അതൊന്നും ഒരിക്കലും ആരും സംശയിക്കത്തില്ല. അതുകൊണ്ട് റിൻസൺ അറിയാതെ തന്നെ റിൻസൻ്റെ ഐഡൻറ്റിറ്റി ഒരുപക്ഷെ ഉപയോഗിച്ചിരിക്കാം. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, റിൻസൺ അറിഞ്ഞിട്ടുണ്ടാവാം, എന്നാൽ റിൻസന് ഇത് മൊസാദ് കണക്ഷൻ മനസ്സിലായി കാണത്തില്ല. അതായത് ഒരു ഷെൽ കമ്പനിയാണല്ലോ. ഇവിടെ മനസ്സിലാക്കേണ്ട ഈ സിസിലി എന്ന് പറയുന്ന ഈ സോഫിയ എന്ന് പറയുന്ന ബൾഗേറിയയിലെ ഈ സിറ്റിയിലെ ഒരു 200ഓളം കമ്പനികൾ ഈ പറയുന്ന അഡ്രസ്സിന് പരിസരത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്, വ്യാജ അഡ്രസ്സുകൾ. അപ്പം ഷെൽ കമ്പനികൾ ലീഗലി അവിടെ കമ്പനി ആയിരിക്കും, സാമ്പത്തിക ഇടപാട് നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ വ്യക്തികളും, നമ്മുടെ രാജ്യത്ത് 150 കോടി ജനങ്ങളുണ്ട്. ഈ 150 കോടി ജനങ്ങളുടെയും ഫുൾ വിശദാംശങ്ങളും ഏതെങ്കിലും അതോറിറ്റിക്ക് പരിശോധിക്കാൻ പറ്റുമോ? എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ നോക്കുന്ന എന്താണ്, ഇങ്ങനെ കമ്പനിയുണ്ട്, ആ കമ്പനി നികുതി അടയ്ക്കുന്നുണ്ട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നത്, അത് ഷെൽ കമ്പനിയാണ്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ റിൻസൺ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആവാം. അതായത് അത് ഈ കച്ചവടത്തിന് ആരെങ്കിലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അതായത് ആദ്യം ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനത്തിനാണ് ഇവർ ഈ തീവ്രവാദികൾ അവരുടെ ഈ പേജ് ഉണ്ടാക്കാൻ ഏൽപ്പിക്കുന്നു. അത് എങ്ങനെയാണെന്ന് തോന്നുന്നില്ല. കാരണം തായ്വാൻ കമ്പനി പറയുന്നില്ല ഞങ്ങളെ അവരെ ഏൽപ്പിച്ചു. തീവ്രവാദികൾ ആരെ ഏൽപ്പിച്ചു എന്നുള്ള ഇപ്പോഴും സംശയമില്ല. അപ്പോൾ അവർ നിഷേധിക്കുകയായിരുന്നു ആദ്യം. പിന്നീട് അവർ പറയുന്നു നമ്മൾ അങ്ങനെയല്ല ഇതിനെത്തേണ്ടത്. നിർമ്മിച്ചത് ഈ ഗോൾഡ് അപ്പോളോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡിലാണ്. അല്ലേ, അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ ബ്രാൻഡിൽ നിർമ്മിച്ചു. ഇത് നിർമ്മിച്ചത് സ്വാഭാവികമായും തായ്വാനിലെ ഗോൾഡ് അപ്പോളോ ആണ് എന്നുള്ള ആരോപണം ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ല. പിന്നെയോ മറ്റേ നമ്മുടെ ക്രിസ്ത്യാനോയുടെ ബുഡാപെസ്റ്റിൽ രജിസ്റ്ററിയിരിക്കുന്ന BAC ആണ് ഇതുണ്ടാക്കിയതെന്ന് അവർ പറഞ്ഞു. അവരും നിഷേധിച്ചു. അവർ പറഞ്ഞത് ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്, ഞങ്ങൾക്കിത് നിർമ്മാണമില്ല, ഞങ്ങളിത് നിർമ്മിച്ചത് നോർവേ കമ്പനി വഴിയാണ്. അവിടെയാണ് ഇവിടത്തെ വലിയ കുഴപ്പം. അതായത് ഈ ബുഡാപെസ്റ്റുകാരി ക്രിസ്ത്യാനോയുടെ കമ്പനി BAC എന്ന് പറയുന്ന കമ്പനി അവർ പറഞ്ഞത് നോർവേ കമ്പനി വഴി. പക്ഷെ നോർവേയിലെ കമ്പനി പിക്ചറിലില്ല. ആ ഏത് കമ്പനിയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോഴാണ് നോർവേയിൽ താമസിക്കുന്ന റിൻസനാണ് ഇവരുമായി ഇടപാട് നടത്തിയതിന് വിശദാംശങ്ങൾ വരുന്നത്. കമ്പനി ബൾഗേറിയയിലാണെങ്കിലും ബൾഗേറിയയിലാണ്. അവിടെയാണ് കുഴപ്പം. കമ്പനി അവിടെ എന്താ പേര്? നോർട്ട ഗ്ലോബൽ എന്ന് പറയുന്ന റിൻസന്റെ കമ്പനിയാണ് ഇടപാട് നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഇത് ഷെൽ കമ്പനിയാണ്, അല്ലെങ്കിൽ ഇത് ഇയാൾ പോലും അറിയാത്ത സാധനമാണെന്ന് പറയാൻ കാര്യം ഇത് ഇദ്ദേഹം ജോലി ചെയ്തിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആ സ്ഥാപനത്തിൽ ശമ്പളം കിട്ടുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്ന ഈ കമ്പനി ആണ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള. അപ്പോൾ ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് റിൻസൺ ഡയറക്ടറായിരിക്കുന്ന ഉടമയായിരിക്കുന്ന നോർട്ട കമ്പനിയാണ് ഈ 1.6 മില്യൺ യൂറോ കൈമാറിയിരിക്കുന്നത്. ഈ നമ്മുടെ ക്രിസ്ത്യാനോയുടെ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സാമ്പത്തിക ബേസിക് സാധനം. ഇവിടെ മൂന്നാമത്തെ സാധ്യത വേസ്റ്റ് സിനിയോറി എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനോയും റിൻസനും ഒക്കെ CIA മൊസാദിൻ്റെ ഏജന്റ് വലയത്തിലാവാം. അറിഞ്ഞോ അറിയാതെയോ. കാരണം അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം വളരെ കൗതുകമുണർത്തും. കാരണം ഇതിന് മുകളിൽ എത്ര ചെയിൻ ഉണ്ടെന്ന് നമ്മളിപ്പോൾ അവസാനത്തെ 3 ചെയിനാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡ് അപ്പോളോയുടെ പേരിൽ. ആ നിർമ്മാണത്തിന്റെ ഏർപ്പാട് തന്നിരിക്കുന്ന അവസാനത്തെ അതിന് തൊട്ട് മുമ്പത്തെ 2 ചെയിൻ എന്ന് പറയുന്നത് BACയും നോർട്ടയുമാണ്. നമ്മൾ ക്രിസ്ത്യാനോയുടെയും റിൻസന്റെയുമാണ്. പക്ഷേ ആരുൽപ്പാദിപ്പിച്ചു എന്നത് കണ്ടുപിടിച്ചു. അതാണ് എൻ്റെ പ്രസക്തമായ ചോദ്യം. ഇതെങ്ങനെ ഉണ്ടാക്കി? ഈ കാലഹരണപ്പെട്ട സാധനം ആരുണ്ടാക്കി? 2,
ഈ റിൻസന്റെ കമ്പനിക്ക്, അതായത് നോർട്ട സാമ്പത്തിക ഇടപെടൽ നടത്തിയിട്ടുള്ളൂ. അവിടെ വലിയൊരു ആശയക്കുഴപ്പം. നോർട്ട നിർമ്മിച്ചായിട്ട് പറയുന്നില്ല, നോർട്ടയുടെ അക്കൗണ്ടിൽ നിന്നും പണം കൈമാറിയിരിക്കുന്നു. എന്തിനാണ് ക്രിസ്ത്യാനിയുടെ അക്കൗണ്ടിൽ പണം കൈമാറുന്നത്? അവർ നിർമ്മിക്കുന്നില്ലെങ്കിൽ, അതൊരു ചോദ്യം. അവർ നിർമ്മിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് പണം കൈമാറുന്നത്? ഇടനിലക്കാരെന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത്. ക്രിസ്ത്യാനോ അവ ഇടനിലക്കാരനാണെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനോയുടെ താഴേക്ക് ഒരു ഉൽപാദനക്ഷമത ഒരു കമ്പനി ഉണ്ടാകണം. അതായത് ഇനി വരേണ്ട അജ്ഞാത ശക്തി ഉണ്ടാണ്. ഇനി നമ്മുടെ ജിൻസന്റെ മുകളിലേക്ക് ശൃംഖല ഉണ്ടാവാം. ജിൻസണിലേക്ക് മൊസാദ് നേരിട്ടെത്തിയതാണ് ഒന്നുകിൽ, ആ നേരിട്ടെത്തിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ മറ്റൊരാൾ വഴിയാവാം ജിൻസൺ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ജിൻസൺ തന്നെ പറയുകയാണ്, എനിക്ക് ഇന്ന ആൾ പറഞ്ഞു നിങ്ങൾക്ക് ഓർഡർ ഉണ്ട്, ബൾഗേറിയക്കാരി കാശ് കൊടുത്താൽ മതി, നിനക്ക് കമ്മീഷൻ കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്താ ലാഭം കിട്ടിയിട്ടുണ്ട്, എത്ര കമ്മീഷൻ കിട്ടിയ വിശദാംശങ്ങളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട്. ഈ ക്രിസ്ത്യാനിയെക്കുറിച്ച് നമ്മൾ അതിവിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ ദിവസങ്ങളിൽ അറിയുന്നത്. ഇന്നലെ നമ്മളൊക്കെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് അവർ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പഠിച്ച ആളാണ്, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് അവർ PhD എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ ആളവിടെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനും പറയുന്നു ഇവരവിടെ പഠിച്ചിട്ടില്ല, ഇങ്ങനെ ആളവിടെ പഠിച്ചിട്ടില്ല എന്ന്. അപ്പോൾ മൊത്തത്തിൽ ഒരു ദുരൂഹത അവിടെ അവശേഷിക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഈ CIA മൊസാദിൻ്റെ ഇടപാടുകളും ഏജന്റുമാരും ആരാണെന്ന് എന്താണ് ശരിക്കും ആരാണെന്ന് ആർക്കും അറിയാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പല ശൃംഖലകൾ കാണും. ഇവിടെ നമുക്ക് സംശയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം, അതായത് കറക്റ്റ് ഈ സമയത്ത് തന്നെ സ്ഫോടനം നടന്ന അതേ ദിവസം തന്നെ റിൻസൺ അമേരിക്കയ്ക്ക് പോയി. ഭാര്യയും കൂട്ടിയാണ് പോയത്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഇത് കൃത്യമായി മൊസാദുമായിട്ട് പരിചയമുണ്ടല്ലോ, അതുകൊണ്ടാവാം ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ പരിചയമുള്ളതുകൊണ്ട് അപ്പം തന്നെ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയതാവാം. കാരണം ഇവിടെ ഈ ബൾഗേറിയയും ഹംഗറിയും നോർവേയും അന്വേഷിക്കുന്നുണ്ട്. കാരണം നോർവേയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരനാണ്, അവരുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാൾ പോലീസിൽ അറിയിച്ചു. അതെ, പോലീസിനെ അറിയിച്ചു. ബൾഗേറിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന് ഇത് ഏർപ്പാട് തിരിക്കുന്നത്. ഹംഗറിയെ സംബന്ധിച്ചിടത്തോളം അവരാണ് ആരോപണവിധേയരായിരിക്കുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും ഉന്നയിക്കുന്നത്. ഈ 3 രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷണത്തിന്റെ ഇത് വരാൻ പോകുന്നത്. അമേരിക്കയായിട്ടുള്ള ബന്ധം ഇസ്രായേൽ, അതെ, അല്ല അമേരിക്ക ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ, അതുകൊണ്ടാണ് അമേരിക്കയിലേക്ക് ഇവർ പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവർ ഇസ്രായേലിനോടുള്ള ബൾഗേറിയയുടെയും ഹംഗറിയുടെയും നോർവേയുടെയും റിലേഷൻഷിപ്പാണ് വാസ്തവത്തിൽ ഈ കേസന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ഇപ്പം ഇസ്രായേലിനോട് താല്പര്യമുള്ളവരാണ്, ഇസ്രായേലിനെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരെവിടെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞു പിണറായിക്കെതിരെ പിണറാട് പോലീസ് അന്വേഷിക്കത്തില്ല. ഇപ്പോൾ ADGP അജിത് കുമാറിനെതിരെ അൻവർ ആരോപണം ഉന്നയിക്കുന്നു, അന്വേഷിക്കുന്നത് അജിത് കുമാറിന്റെ പോലീസ് കീഴ് ജീവനക്കാരെ. അപ്പോൾ എവിടെ എത്താൻ പറ്റും? അതേപോലെ തന്നെയാണ് ഇവിടെ. അത് നോർവേയുടെ കാര്യത്തിൽ നമ്മൾ ഈ നോർവേ പോലുള്ള ചില രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം, ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഫിൻലൻഡ്, സ്വീഡന്, ഡെൻമാർക്ക്, ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യവും മനുഷ്യാവകാശവും സംരക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. അവ നമുക്ക് ഹാപ്പിനെസ് ഇൻഡസ്ട്രിക്ക് അവർ മുമ്പിൽ നിൽക്കുന്നതാണ്. അഴിമതിയില്ല അവിടെയൊക്കെ. എൻ്റെ ഭാര്യ ഫിൻലൻഡിൽ കുറച്ചു കാലം ട്രെയിൻ ചെയ്തതാണ്. അവിടെയൊക്കെ കടകളിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് നമ്മൾ കാശ് വെച്ചാൽ മതി, കാശ് മേടിക്കാനോ സാധനം വിൽക്കാനോ ആൾ കാണത്തില്ല. ചില കടകളിൽ വില്ലേജിലെ കടകളിലൊക്കെ കട തുറന്നിരിക്കുവാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സാധനം വാങ്ങുക, കാശ് എഴുതി വെച്ചിട്ടുണ്ട്, കാശ് വെക്കുക, അല്ലെങ്കിൽ കാർഡ് വഴി പേയ്മെൻറ്റ് നടത്തുക. അത്രയും വിശ്വാസമുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച, തുടക്കത്തിൽ സൂചിപ്പിച്ച മൊസാദിൻ്റെ സൗത്ത് ആഫ്രിക്കക്കാരിയായ അന്ന് പോയ ആള്, അവരെ പൊക്കിയത് നോർവേയാണ്. അവരെ അന്ന് അറസ്റ്റ് ചെയ്ത് നോർവേയാണ്. അവർ പക്ഷേ അവിടെ തിരിച്ചവരെ ഡിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിലേക്ക്. പക്ഷെ അവരെ അറസ്റ്റ് ചെയ്തതും ജയിലിലടച്ചതും വിചാരണ നടത്തി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി ജയിലിലടച്ചത് നോർവേയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നോർവേ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാവാം ഒരു പക്ഷേ റിൻസനെ അപ്പം തന്നെ അമേരിക്കയ്ക്ക് കയറ്റിയത്. മാത്രമല്ല മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ച് ചെന്നപ്പോൾ തന്നെ അവിടെ ആരും താമസമില്ല. മാസങ്ങളായി ഇദ്ദേഹം അവിടെ വന്നിട്ട് പുല്ലെല്ലാം വളർന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ കാൽപാദം അവിടെ നിന്ന് മനുഷ്യസ്പർശം ഏറ്റിട്ടില്ല. അപ്പോൾ ഇത് നേരത്തെ ഇദ്ദേഹം അവിടെ നിന്ന് പോയോ എന്നുള്ളതൊക്കെ സംശയിക്കേണ്ടിയിരിക്കും. വളരെ വളരെ വിചിത്രം. ഞാൻ ഒരിക്കൽ പോലും ഈ ടെസ്റ്റിൽ ഒരു മലയാളി കടന്നു വരുമെന്ന് കരുതിയിരുന്നില്ല. സാധാരണ നമ്മൾ പറയും വല്ല അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു മലയാളി കാണുമല്ലോ. പക്ഷേ ഒരു മലയാളി ടെസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്താണെങ്കിലും വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിട്ട് അത് മാറുകയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അന്വേഷണത്തിലേക്ക് അപ്പോഴും ഈ ശൃംഖല പൂർത്തിയാവാനുണ്ട്. മുകളിലേക്ക് താഴേക്ക് റിൻസിൻ്റെ മുകളിലേക്കും
ക്രിസ്ത്യാനിയുടെ താഴേക്കും ഈ 2 മേഖലയിലും ഈ സാധനം പൂർത്തിയായാൽ മാത്രമേ, ഉൽപ്പാദിപ്പിച്ചവരെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് സ്ഫോടനം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വ്യക്തത മാത്രമേ അതിൻ്റെ വിശദാംശം കിട്ടുള്ളൂ, അല്ലാതെ ഒരു വഴിയില്ലല്ലോ. പക്ഷേ മൊസാദ് അതൊന്നും വെളിയിൽ വരാത്ത തരത്തിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പുറത്ത് വരാവുന്ന ചില കാര്യം മൊസാദ് അറിയും. ഇതൊക്കെ ഇത്രയും ബുദ്ധിയില്ലാത്തവരാണല്ലോ, ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്ത് അറിഞ്ഞു കാണുന്നു. അപ്പം നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു ചർച്ച, സത്യത്തിൽ നമ്മൾ റിൻസനായിരുന്നില്ല നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ചർച്ച എന്ന് പറയുന്നത് നമ്മൾ പോവേണ്ടത് ഇനിയുള്ള ഈ ഇസ്രായേലിൻ്റെ നീക്കം എന്ത് സംഭവിക്കുന്നുള്ളതാണ്. അപ്പം 2 കാര്യങ്ങളുടെ ആത്മൻ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇവർ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നു, യുദ്ധം. അതായത് ഇസ്രായേലിൻ്റെ മുമ്പിൽ എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മളിതിനെ നിരീക്ഷിക്കും മനസ്സിലാക്കുന്ന കാര്യം, ഇസ്രായേലിൻ്റെ മുമ്പിൽ മറ്റ് വഴികളില്ല. ഉറപ്പാണ്, കാരണം അവരുടെ ആളുകൾ കൂടെ അവരുടെ കയ്യിലിരിക്കുകയാണല്ലോ. അവരുടെ ആളിരിക്കുന്നു മാത്രമല്ല, ആക്രമിച്ച അഭിമാനത്തിനൊക്കെ അപ്പുറത്തേക്ക് രാജ്മോഹൻ അവർ പിന്മാറിയാൽ പിന്നെ അവർക്ക് തുടർച്ചയായി ആക്രമണം ഉണ്ടാവും. കാരണം ആത്മവിശ്വാസം ഈ 2 ഭീകര സംഘടനകൾക്ക് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടായാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ഭീകരവാദികളെ സംരക്ഷിക്കും. അറബ് രാഷ്ട്രങ്ങൾ, തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന ഈജിപ്തിനും ജോർദാനും പോലും ഇസ്രായേലിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അസൂയം അവർ പിടിച്ചു നിൽക്കുന്ന ഇസ്രായേലിലുള്ളതാണ്. നമ്മളെന്ത് ശ്രദ്ധിക്കണമായിരുന്നു. ഞാനിന്ന് നമ്മുടെ അടുപ്പൂട്ടി ചർച്ച കാണും, ഇന്നലത്തെ അടുപ്പൂട്ടി ചർച്ച അറിയാമല്ലോ, മീഡിയ നമ്മുടെ ജയശങ്കറിട്ട പേരാ. ഈ അടുപ്പൂട്ടി ചർച്ചയിലെ ആദ്യമായിട്ട് അവരെ അംഗീകരിക്കുന്നത്, അതായത് ഇസ്രായേലിന് ഒരു ഔന്നത്യമുണ്ടായി, ഈ ഭീകരർക്ക് തിരിച്ചടിയുണ്ടെന്ന് ആദ്യമായിട്ട് ഇന്നലെ സമ്മതിക്കുന്നു. അത് കാരണമുണ്ട്. ഇന്നലെ ഹിസ്ബുള്ളയെ അവസാനം അംഗീകരിച്ചത്. ഹിസ്ബുള്ള പറഞ്ഞു കഴിഞ്ഞ 1 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും ശക്തമായ ആക്രമണമാണെന്ന് അവർ സമ്മതിച്ചു. അല്ല, ഞാനിത് എന്നെ ഒരാൾ അങ്ങോട്ട് ചെന്ന് നിങ്ങൾ കണ്ടില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെന്നപ്പോൾ 12,500 കമൻറ്റ്. അപ്പം അത്രയും വ്യൂസ് ഇല്ല, 2 ലക്ഷത്തിൽ താഴെ ഈ ചർച്ച ആളുകൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഈ ചർച്ച കാണാതെ തന്നെ ആളുകൾ വന്ന് കമൻ്റ് അടിക്കുക. അപ്പം ഇതിൽ ആദ്യമായി നമ്മുടെ അജിംസും നിഷാദ് റാവുത്തരുമാണ് ഇവർ ആദ്യമായി അവർ കരയുന്ന അവസ്ഥയിൽ. അതായത് ഇതുവരെ കഴിഞ്ഞ 1 കൊല്ലമായി ഇവർ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് ഇസ്രായേൽ തോക്കുന്നു, ഇതാ ഒരു ഇല്ലോളമില്ലാത്ത ഒരു കൊച്ചു മുനമ്പിനോട് ആത്മാവിനെ നഷ്ടപ്പെടുന്നു, ഇസ്രായേലിൻ്റെ അടിവാര് പകരുന്നു, അവരെല്ലാ കൊല്ലം സൈനികർ ചത്തു വീഴുന്നു, ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം, കാരെ പിടിക്കുന്നു, അങ്ങ് പറഞ്ഞ് അവരുടെ ഒരു വല്ലാത്തതായിരുന്നു. ഇന്നലെയാണ് അടുക്കളയിൽ കയറി അടി കൊടുത്തു. എന്നാ ചെയ്യണം അതിനകത്ത് ഏറ്റവും രസം, നിഷാദ് റാവുത്തറിൻ്റെ അവസാനത്തെ ഒരു വിലാപമുണ്ട്. ആ വിലാപം കാണേണ്ടതാണ്. ഇറാനെ ഓർത്ത് എനിക്ക് വലിയ സങ്കടമുണ്ട്, പറയാതിരിക്കാം, എനിക്ക് വലിയ സങ്കടമുണ്ട്. ഇറാനെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യും, ഹിസ്ബുള്ളക്കാർ ഇനി എന്നാ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഞാൻ അത് ഇതിലേക്ക് വന്നപ്പോഴല്ലേ പറഞ്ഞു പോയത്. എന്നാലും എന്തുവേ, അപ്പം ഇസ്രായേലിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ യുദ്ധം ചെയ്തേ പറ്റൂ, അവരുടെ നിലനിൽപ്പിൻ്റെ. അപ്പം എല്ലാവരും കരുതി ഇസ്രായേൽ എന്തുകൊണ്ടാണ്, പറഞ്ഞിരുന്നു ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇത്രയും കാത്തിരുന്നത്, 1 വർഷം വേണമോ? അത് നമ്മൾ സൂചിപ്പിച്ച മാതിരി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശത്രു രാജ്യമല്ല, ശത്രു ഒളിവിൽ കഴിയുന്ന ഭീകരരാണ്. അപ്പോൾ ആ ഭീകരരെ അവർക്ക് തോണ്ടി അപ്പോൾ അവരെന്താ ചെയ്തത്? ഒരു വശത്ത് ഹമാസിനെ മാത്രം സത്യത്തിൽ ഇറാനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. കാരണം ഇസ്രായേലിൻ്റെ ശത്രു ഹമാസ് മാത്രമായിരുന്നു, ഫലസ്തീനല്ല, ഹിസ്ബുള്ളയല്ല, ഇറാനല്ല. കാരണം അവരുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തിയത് ഹമാസാണ്. ഹമാസ് അവിടെ കയറി ആക്രമണം നടത്തിയപ്പോൾ ഹമാസിനെ തീർക്കാൻ അവർ രംഗത്തിറങ്ങിയപ്പോൾ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി, ഇവർ ഹമാസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വടക്കൻ ഇസ്രായേൽ ഇവരടിക്കും, അല്ലേ? മാത്രമല്ല ഹിസ്ബുള്ള നിരന്തരമായ റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ദിവസങ്ങളിൽ. അന്ന് നമ്മളൊക്കെ പലപ്പോഴും പറയുകയും ചെയ്തു ഇവർക്ക് എന്താണ് ഇതിൽ കാര്യം എന്നുള്ളത്. അവർ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. ഒരു രാജ്യത്ത് കയറി അത്രയും അതിക്രമം നടത്തിയ ഒരു സംഘടനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഹൂതി യഹൂദിയും തുടങ്ങിയിരിക്കുകയായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹമാസ് എന്ന് പറയുന്നത് സുന്നി ഭീകരരുടെ സംഘടനയാണ്, മറ്റൊരു ഷിയ ഭീകരരാണ്. ശരിക്കും രണ്ടും ധ്രുവത്തിൽ നിൽക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് സുന്നികളുടെ ഏറ്റവും വലിയ രാജ്യമായ സൗദിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇറാൻ ജീവിക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ സൗദിയാണ്. ഇറാൻ സൗദിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഹൂത്തികളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹൂത്തികൾ വാസ്തവത്തിൽ സൗദി അറേബ്യയുടെ എയർപോർട്ടിലേക്ക് പോലും ബോംബിടാറുണ്ട്. ആയിരിക്കുന്ന ഹൂത്തികളും അതുപോലെ തന്നെ ഇറാൻ്റെ സൃഷ്ടിയായ ഹെസ്ബുള്ളയുമാണ്
സുന്നികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ ഹമാസിനെ ഹമാസിനെ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഇസ്രായേൽ നേരിട്ട പ്രശ്നം ഇവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ അടിക്കും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ബോധപൂർവം വൈകിപ്പിച്ചു. ഒരേ സമയം ധൃതി പിടിച്ച് രണ്ട് ഭാഗത്തും യുദ്ധത്തിനിറങ്ങിയാൽ ജയിക്കണമെന്നില്ല. ജർമ്മനിക്ക് പറ്റിയത് അതാ. ലോകമഹായുദ്ധ സമയത്ത് ജർമ്മനിക്ക് പറ്റിയത് അമിതമായ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. അവർ ബ്രിട്ടന്റെ മേൽ അടിച്ച് കയറുവാണ്. സോവിയറ്റ് യൂണിയനിൽ അവർ അടിക്കുന്നുണ്ട്. ഇവിടെയാണ് അവർ അമേരിക്കയിൽ പോൾ ഹാർബറിൽ പോയി അറ്റാക്ക് ചെയ്യുന്നത്. റഷ്യയിൽ സംഭവിച്ചതാണ്. റഷ്യയിൽ ഇപ്പം പോരുന്ന് വല്ലതും പറഞ്ഞു, കാരണം തണുപ്പ് വിന്റർ സീസൺ വരെയാണ്. ഈ പട്ടണം ചെന്ന് കയറി കൊടുത്ത റഷ്യയിലെ തണുപ്പ് അവർക്ക് സഹിക്കാൻ പറ്റും, ഈ ഇവിടെ നിന്ന് പോയവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതൊന്നും ഹിറ്റ്ലർ കേട്ടില്ല എന്നാണ്. അങ്ങനെ നേരെ ഒരാഴ്ച അങ്ങ് വിട്ടുകൊടുത്തു. അവർ പലപ്പോഴും അവിടെ തണുത്ത് വിറച്ചാണ് മരിച്ചതെന്നാണ് പറയുന്നത് ഈ പട്ടണക്കാർ. അല്ല, അവർ അമേരിക്ക കയറി ഇടപെട്ടില്ല, ഇതൊന്നും സംഭവിക്കുന്നില്ല, അവിടെ പോകാൻ വിട്ടു. അപ്പം ഇതേപോലെ ഒരു ബുദ്ധിശൂന്യത ഇസ്രായേൽ കാണിക്കത്തില്ല. അതുകൊണ്ട് ഇസ്രായേൽ രണ്ട് കാര്യങ്ങളെടുത്തു. അവരൊന്ന് സമയം കൊടുത്തു. ഈ സമയം കൊടുത്ത് രണ്ടു മുഖത്തും അവർ പ്രതിരോധം സൃഷ്ടിച്ചു നിന്നു. എന്നിട്ട് ഇവർ ചെയ്തത് എന്താ വെച്ചാൽ, ഇവരുടെ കൂടുതൽ ഫോഴ്സ് ഹമാസിനെ തകർക്കാൻ ഗാസയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ഗാസയിൽ ഫോക്കസ് ചെയ്ത്, മറ്റേത് അവർ ഇടയ്ക്കിടയ്ക്ക് കയറി ഡമാസ്കസിലടിക്കും, അതുപോലെ തന്നെ ബൈറൂട്ടിലടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ഡമാസ്കസിലും ബെയ്റൂട്ടിലും ഇടയ്ക്ക് അടിച്ച് അവരെ ഇങ്ങനെ ഇറാൻ എംബസിക്ക് അതവർ ഞങ്ങൾ പിന്നോട്ടല്ലെന്ന് കാണിക്കാനാണ്. സത്യം പറഞ്ഞാൽ ഇസ്രായേൽ പട്ടാളക്കാർ പലരും ഈ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പലപ്പോഴേ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്തത് മുഴുവൻ പ്രധാനമായും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് അത് ഏതാണ്ട് വിജയിച്ചു തന്നെ പറയാം. ഇല്ലേ? വിജയിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെയാണ്. 25% പേരാണ് ഇവിടെ അവശേഷിക്കുന്നത്. അവരയിൽ ആയുധവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല, വെളിയിറങ്ങാനും നിർവാഹമില്ല. ഈ തുരങ്കങ്ങളൊക്കെ ഏതാണ്ട് കിഴിച്ച് നിരപ്പാക്കി കഴിഞ്ഞു. കുറച്ച് തുരങ്കങ്ങളേ ഉള്ളൂ. ഈ തുരങ്കത്തിനകത്തിരിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഹമാസിൻ്റെ തലവ് യാഹ്യ സിന്നറെ പെൺവേഷം കെട്ടി ഏതോ അഭയാർത്ഥിക്കാകുമ്പോൾ പൈസകളെ കൂടെ തിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇന്നലെയും കഴിഞ്ഞ ദിവസവും മെനഞ്ഞാന്നും അവർ ഹമാസിൻ്റെ കുറേ റോക്കറ്റ് ലോഞ്ചർ തകർത്തിരുന്നു. ആളില്ല അവിടെ. അവർ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല, എന്നാലും കണ്ടുപിടിച്ചിടത്തോളം ഇവരെ ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം നശിപ്പിക്കുക തന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അങ്ങനെ ഹമാസിനെ ഒതുക്കിയതിന് ശേഷമാണ് ഇവര് ഹിസ്ബുള്ളയുടെ നേരെ തിരിയുന്നത്. നേരെ സൈന്യം മൊത്തം നോർത്തേണിലേക്ക് പോകണം. അപ്പം ഹിസ്ബുള്ളയേക്കുള്ള ആക്രമണത്തിന് ആദ്യം ചെയ്തത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കി. അപ്പോൾ ഇവിടെയാണ് ഹിസ്ബുള്ളയും ഇറാനും നേരിടുന്ന പ്രശ്നം. കാരണം ഈ ഇറാൻ്റെ ആയുധങ്ങളും സംവിധാനങ്ങളും പരിശീലനവും ഒക്കെ ആണ് ഹിസ്ബുള്ളയുടെ ബലം. പക്ഷേ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? മാത്രമല്ല ഈ ഹിസ്ബുള്ളിനെ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എങ്ങനെ അറിയാം? അതെ, നസറുള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. ബാക്കി എത്ര പേര് ആദ്യം കുറേ പേരെ കൊന്നു കഴിഞ്ഞു വരും. അതെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ തകർത്തിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ലെബനനിൽ കയറി ആണ് ഇനി അടിക്കുന്നത്. ലെബനിൽ കയറി നേരത്തെ അടിച്ചപ്പോൾ വല്ലപ്പോഴും അടിച്ചിട്ട് തിരിച്ചു വരുമല്ല. ഇവർ ലെബനൻ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിമാനങ്ങൾ 50 തവണ ഇന്നലെ ബോംബിംഗ് നടത്തി രാത്രി. അപ്പോൾ ഇവരെ ഈ യുദ്ധം തുടരും. അപ്പം ലെബനിലെ ജനങ്ങളാകെ പ്രാന്തായി. കാരണം ആവശ്യമില്ലാതെ വല്ലവനും കയറി അഭയം കൊടുത്തിട്ട് ആകെ പ്രാന്തായി. ഇവർ കൃത്യമായി ഹസൻ നസറുള്ളയെ തീർത്ത് കളയും. അതോടെ ഹിസ്ബുള്ളയുടെ അടിവേര് മാന്തും. ഡെഫിനറ്റ്ലി അവർ നസറുള്ളയെ കണ്ടുവച്ചിട്ടുണ്ട്. നസറുള്ളയെ തീർത്ത് കളഞ്ഞ് അവർ ഇറങ്ങത്തുള്ളൂ. ഇത് അവസാനം ഇന്നലത്തെ ടെലിവിഷൻ പ്രക്ഷേപണം ഉണ്ടല്ലോ, അത് വെച്ച് ഒരു ട്രേസ് കാണും മിക്കവാറും ചെയ്യും. അപ്പം നസറുള്ളയുടെ ഇടപാടും തീർത്ത് ഇതിൻ്റെ മുഴുവൻ പ്രധാനപ്പെട്ട സെൻറ്ററുകൾ തീർത്ത് ഇവർ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ലെബനീസ് പാത്രാളത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, ഇന്ന് അവിടുത്തെ അംബാസഡർ, ബ്രിട്ടനിലെ അംബാസഡർ പറയുകയാണ്, ഞങ്ങൾക്ക് ലണ്ടനിൽ പരിശീലനം കിട്ടിയ പട്ടാളക്കാരാണുള്ളത്, ഞങ്ങളങ്ങ് ഇസ്രായേലിനെ തകർത്തല എന്നൊക്കെ പറയാം. അതൊക്കെ പറയാം. അപ്പം അവർ ഈ പറയുന്ന ലെബനനിൽ കയറി അവരെ ലെബനനെ തച്ചുടങ്ങി. വളരെ സങ്കടകരമായ വസ്തുത എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ ലെബനൻ്റെയും ഈ ബെയ്റൂട്ടിൽ പണ്ടുമൊക്കെ വലിയ വെടിവെപ്പാക്രമം നടക്കുന്നതല്ലേ. അതെ. ലെബനൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. ഈ ലെബനൻ പണ്ടൊരു ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. പിന്നീട് അത് പതിയെ മാറിയതാണ്. ലെബനനിലെ നല്ല മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവരിലിരിക്കുന്ന ഇറാൻ വളർത്തിയെടുത്ത് ഇതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. ഇപ്പം ഖലിസ്ഥാൻ ഭീകരവാദികളെ അവർ ആഗ്രഹിക്കുന്നതും ഇങ്ങനെ ഇന്ത്യയെ കുഴപ്പത്തിലാക്കാനാണ്. പാകിസ്ഥാൻ സഹായിക്കുന്നുണ്ട്, കാനഡയിലെയും മറ്റുമൊക്കെ ഒരു സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കശ്മീരി ഭീകരർ അവരെ പാകിസ്ഥാൻ സഹായിക്കുന്നുണ്ട്. ഈ പലയിടങ്ങളിലും ചൈനയുടെ പിന്തുണയുണ്ട്. അവരൊക്കെ ഈ നമുക്കിപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രവിശ്യകളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇപ്പം സിറിയയുടെ അവസ്ഥ
സിറിയയിൽ പലയിടങ്ങളിലും സിറിയൻ ഭരണകൂടത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. അല്ല, എല്ലാ ഈ തീവ്രവാദികൾ തന്നെയാണല്ലോ അവിടെ കാര്യങ്ങൾ അല്ല, അവിടെ സമാന്തര ഭരണകൂടം തന്നെയാണ്. യമനിൽ അങ്ങനെയാണ്, ഹൂതികൾ തന്നെയാണ് ഭരിക്കുന്നത്, ഹൂതികളാണ് പലയിടങ്ങളിലും ഭരിക്കുന്നത്. പ്രധാനമന്ത്രിയാണ്. ഒരു കാര്യം തന്നെയാണ് ലെബനന്റെ അവസ്ഥ. ലെബനന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നസറുള്ളയുടെ കയ്യിലാണ്. അപ്പം ഇവർ പേരിന് വേണ്ടി അവിടെ ഒരു രാഷ്ട്രമുണ്ട്, സംവിധാനം ഉണ്ടെന്ന് മാത്രം. എന്തിനേറെ ഫലസ്തീൻ്റെ അവസ്ഥ അതല്ലേ, ഭരിക്കുന്നത് ഹമാസ് അല്ലേ. മാത്രമല്ല അവിടെ ഈ പാവപ്പെട്ട ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയും ഒരു സമ്പൂർണ്ണ ഒരു എന്താ പറയുക, ഇവർ നേരത്തെ മുതൽ ഇസ്രായേൽ പറഞ്ഞിരുന്നത് പോലെ പൂർണ്ണമായും ഈ ഭീകര സംഘടനകളെ അവരെ ഒറ്റയ്ക്ക് തുടച്ചു നീക്കുവാണ്. ഓർക്കണം, ലോകം മുഴുവൻ അവർക്കെതിരാണ്. ഐക്യരാഷ്ട്രസഭ അവർക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കുന്നത്. അമേരിക്ക അവരെ പരസ്യമായി തള്ളി പറയുന്നില്ലെങ്കിലും അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അന്ന് പിന്നെ ഇത് വിഷയം ഉണ്ടായപ്പോൾ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇങ്ങോട്ട് വിട്ടില്ല. അതെ, അവർ കൈവശമുള്ള. ഇത് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ഒരിക്കലും കൈവിടാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയുടെ സൃഷ്ടിയാണ് ഇസ്രായേൽ. എന്ന് മാത്രമല്ല, ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവർക്ക് അമേരിക്കൻ പൗരന്മാരാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ മുമ്പ് സൂചിപ്പിച്ച നമ്മൾ ബംഗ്ലാദേശ് തീർത്തുപുറത്ത് പോലെയാണ് അവരവിടെ. അതെ, ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിനുണ്ടായിരുന്ന അതേ റോളാണ് അമേരിക്കയ്ക്ക് ഇസ്രായേലിനുള്ളത്. അമേരിക്കയുടെ ഒരു കുഞ്ഞാണല്ലോ ഇസ്രായേൽ. അപ്പോൾ അങ്ങനെ ഒരു രൂപീകരണം നടത്തിക്കൊടുക്കുമ്പോൾ അറ്റാച്ച്മെന്റ് കൊടുത്തപ്പോൾ അമേരിക്ക തള്ള. പക്ഷേ ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടാകുന്നതും യുദ്ധം ഉണ്ടാകുന്നതൊന്നും അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഇത്രയും ഈ പറയുന്ന സംഘർഷം കൊണ്ട്, ഒന്നാമത്തെ കാര്യം അമേരിക്ക സംഘർഷം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്കൊരു ആയുധ കച്ചവടമാണ് മെയിൻലി താല്പര്യമുള്ളത്. ഇവിടെ അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ഇതുണ്ട്. മാത്രമല്ല, ഇവിടെ ആർക്കാണ് ജോർദാൻ ഇഷ്ടമുണ്ടോ, ഈജിപ്തിന് ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമല്ല. ഈ ഈജിപ്തൊക്കെ ഇപ്പം ഇന്ന് നമ്മുടെ അടുപ്പൊട്ടി ചർച്ചക്കാരനാണ് പറയുന്നത്, ഈജിപ്തിലെ കറണ്ട് കൊടുക്കുന്നതും പ്രകൃതിവാദം കൊടുക്കുന്നതും ഇസ്രായേലാണത്രേ. അപ്പം ഇവിടെ ഈ മരുഭൂമിയെ വിളയുള്ളതാക്കിയതും അവിടെ എല്ലാ സമൃദ്ധമായി എല്ലാം ഉണ്ടാക്കിയത് ഇസ്രായേലിൻ്റെ ആശ്രയിച്ചാണ് ഈ അയൽ രാജ്യങ്ങൾ കഴിഞ്ഞു പോയത്. ഇപ്പോൾ എന്തിനേറെ ഈ ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാകുന്നത് വരെ ഫലസ്തീനികൾ പണിയെടുക്കാൻ പോരുന്ന ഇസ്രായേലിലേക്കാണ്. അവിടുത്തെ ഈ കബൂസ് എന്താണ്, അങ്ങനെ കുബൂസ് അല്ലല്ല, അവിടുത്തെ ഈ കാർഷിക ഗ്രാമങ്ങളെ കുറിച്ച് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കബൂസ് കണ്ടാൻ തോന്നുന്നു. ആ കാർഷിക ഗ്രാമങ്ങളിലെ പണിയെടുത്തിരുന്ന മുഴുവൻ ഈ ഫലസ്തീനികളാണ്. ഇപ്പോൾ അവരെ തിരിച്ചുവിട്ടു. അപ്പം ഇങ്ങനെയൊരു ആശ്രയം ഇസ്രായേലിനുമായിട്ടൊരു ആശ്രയത്വം അവിടുത്തെ രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനൊന്നും സംഭവിക്കത്തില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒക്ടോബർ 7 ആക്രമണത്തെ മാറ്റി നിർത്തിയാൽ ഇസ്രായേൽ മണ്ണിൽ കയറിയൊരു ആക്രമണം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമ്മൾ ബ്രിട്ടനിൽ അറ്റാക്ക് ഉണ്ടാകുന്നു, ഫ്രാൻസിലുണ്ടാവുന്നു, നമ്മുടെ ഭാരതത്തിലുണ്ടാവുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ അകത്ത് ആകെപ്പാടെ നമ്മൾ കണ്ടിട്ടുള്ള ചില കത്തിക്കുത്തുകളാണ്. അതായത് ഇവന്മാർ പോയി റോഡിൽ കാണുന്നവരെല്ലാം കുത്തുന്നല്ലാതെ ഒരു വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലിനുണ്ടായിട്ടില്ല. ഇസ്രായേലാണ് താരതമ്യേന സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്ന്. ആകെപ്പാടെ ഇതിൻ്റെ മാറ്റം വന്നത് ഈ ഒക്ടോബർ 7 ആക്രമണമാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ വളരെ ബുദ്ധിപരമായി ഈ രണ്ട് ഭീകര സംഘടനകളെയും ഇല്ലാതാക്കാൻ ഉള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരിക്കുന്നു. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇറാൻ പതിയെ മുങ്ങിയിരിക്കുവാണ്. ഒരു അനക്കമില്ല. യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാണ് അന്ന് പിന്നെ ഇസ്മായിൽ ഹനിയെ വധിച്ചപ്പോൾ ഉടൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞാണ് അവിടുത്തെ അവരുടെ ഏറ്റവും പരമോന്നത നേതാവ്. ഒരു യുദ്ധം മിണ്ടുന്നില്ല, അവർ ഒന്നും പറയുന്നില്ല. എങ്ങനെ മിണ്ടും? എന്ത് പറയാനാണ്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഹൃദയത്തിൽ വന്നാണ് ഇസ്മായിൽ ഹനിയെ പറത്തിക്കളഞ്ഞത്. എന്നിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇവർ മിണ്ടിട്ട് കാര്യമുണ്ടോ? രണ്ട്, ഇവരാണ് ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത്. അത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈവൻ അടുപ്പുട്ടി ചർച്ചക്കാർ വരെ സമ്മതിക്കുന്നുണ്ട് ഇറാനാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ തൽക്കാലം മിണ്ടാതിരുന്ന തടി തപ്പുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത പ്രകോപനം ഉണ്ടാക്കിയാൽ തിരിച്ചടിക്കും, ഇസ്രായേൽ തിരിച്ചടിക്കും. ഇസ്രായേലിന് ഇറാൻ അടിക്കാൻ ഒരു പാടുമില്ല. ഔദ്യോഗികമായി ഇവർക്ക് അണ്വായുധം ഇല്ല എന്ന് പറയുമ്പോഴും ആദ്യം അണ്വായുധം ഉണ്ടാക്കിയ രാജ്യം ഇസ്രായേലാണ്. കാരണം അത്രയും സംവിധാനം അവർക്കുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ 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 വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് മിഡിൽ ഈസ്റ്റ് പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം ജയിക്കുകയാണ്. അവർക്ക് എക്കാലവും ഈ യുദ്ധവുമായി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല, എല്ലാ ലോകത്ത് ഭീകരത നേരിടുന്ന എല്ലാ രാജ്യങ്ങളും മാതൃകയാക്കേണ്ടതാണ് ഈ രീതി. അതെ, ഒരു ഭീകര സംഘടനയല്ല, 4 ഭാഗത്തു നിന്നാണ് പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് ആക്രമിക്കുമ്പോഴേ അതിനെങ്ങനെ നേരിടണമെന്ന് ലോകത്തിന് കാണിച്ചു തന്നവർ. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവർ വിജയത്തിലേക്ക് കുതിക്കുകയാണ്.
ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഇസ്രായേലിനെ പിടിച്ചിരിക്കാൻ കഴിയും. അതിൽ അവരേതാണ്ട് വിജയിച്ചിരിക്കുന്നു. ഏറെ വൈകാതെ യുദ്ധം അവസാനിച്ചേക്കും. കാരണം ഹിസ്ബുള്ളയുടെ അടിവേര് മാന്തി കഴിഞ്ഞാൽ പിന്നെ ഹമാസിൻ്റെ അകത്ത് കയറി ചെയ്യാൻ ബാക്കി അങ്ങോട്ട് ശരിക്കും ഇസ്രായേൽ ഒരു ദിവസത്തെ ആവശ്യമേ ഉള്ളൂ ഇതെല്ലാം തീർക്കാം. പിന്നെ അവർ എന്തുകൊണ്ടാണ് ലെബനനിലെയും ഫലസ്തീനിലെയും ജനതയെ സാധാരണക്കാരായ ജനങ്ങളെ കളയണ്ടെന്ന് ഓർത്തിട്ടാണ്. എന്തായാലും അവരിത് തൂത്തുവാരിയെ തിരിച്ചു പോകൂ. ഇനി നവംബറിലെ ഇലക്ഷൻ കഴിഞ്ഞ് ട്രംപെങ്ങാനും അമേരിക്കയുടെ പ്രസിഡന്റ് ആയ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ എല്ലാം ലാവിഷായി. പിന്നെ ഇസ്രായേലിനെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവത്തില്ല. ട്രംപ് തന്നെ വേണേ പോയി ബോംബിടാൻ കൂടും. അവിടെ എന്നിട്ട് ഗോൾഫും കളിച്ചിട്ട് വരും ട്രംപ് അങ്ങനെയൊക്കെ ചെയ്ത് കളയും. അപ്പോൾ എന്തായാലും ഹിസ്ബുള്ള എന്ന് പറയുന്ന ഹമാസ് എന്ന് പറയുന്ന രണ്ട് ഭീകര സംഘടനകൾ, ഈ രണ്ട് ഭീകര സംഘടനകളുടെയും അന്ത്യം അടുത്തിരിക്കുന്നു. ഒരു വർഷം നീണ്ടുപോയെന്നേ ഉള്ളൂ. ഈ രണ്ട് ഭീകര സംഘടനകളുടെയും അടിവേര് മാന്തി ചുട്ടുകരിച്ചിട്ട് മാത്രമേ ഇസ്രായേൽ അവസാനിപ്പിക്കൂ. അതിനധികം കാലം വേണ്ട. ഒരു 5-6 മാസത്തിനകം. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്നാണ്. അതെ അതെ, സാവധാനം ചെയ്താൽ മതി എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവർ വളരെ സാവധാനം തന്ത്രപൂർവ്വമായി നീക്കം നടത്തി പൂർണ്ണ വിജയത്തിലേക്ക് പോകുന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അധികകാലം ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അടിവേര് മാന്തി ചുട്ടുകരിച്ചതിന് ശേഷം മാത്രമേ ഇസ്രായേൽ മടങ്ങൂ. നന്ദി, നമസ്കാരം.